ഇന്നത്തെ വീഡിയോ ക്യാബേജ് കൊണ്ട് ഇത്രയും രുചിയുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ 65 ഒക്കെ തോറ്റു പോകുന്ന അത്രയും ടേസ്റ്റിയുള്ള നല്ലൊരു ക്രിസ്പിയായ ക്യാബേജ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കുട്ടികൾക്ക് ക്യാബേജ് തോരനോ കറിയോ ഒക്കെ വെച്ചാൽ അത്രയും താല്പര്യം ഉണ്ടാവില്ലേ. എന്നാൽ ഈ രീതിയിൽ ഒരു 65 മോഡൽ ഉണ്ടാക്കി കൊടുത്താൽ ഇത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുവേ. ക്യാബേജ് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണവേ. സാധാരണ നമ്മൾ തോരനിങ്ങനെ കൊത്തിപ്പൊടിച്ചല്ലേ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ ഒരു സ്നാക്കിന് ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാബേജ് അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പം ക്യാബേജ് അരിഞ്ഞ് ഒന്ന് കഴുകി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. ക്യാബേജ് ഇതുപോലെ നമുക്ക് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കൈ കൊണ്ട് ഇതൊന്ന് തിരുമ്മി കൊടുക്കണേ. എന്ന് വെച്ചാൽ ഇത് ഓരോ ലെയറും ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നുണ്ട്. ഇതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണവേ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്നാക്കാണ് ഇത്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഇത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാവേ. പിന്നെ വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അതൊരു 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് വലിയ രീതിയിൽ എരിവ് കാണത്തില്ലേ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് വേണ്ടത്. പട്ട ഗ്രാമ്പൂല്ലേ, ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് വേണ്ടത്. ഒറിഗാനോ ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണവേ. നമ്മൾ ആ പൊടികളെല്ലാം ഒന്ന് പിടിക്കുന്ന കണക്കിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ക്യാബേജ് നമ്മളിതിപ്പം കഴുകിയെടുത്തേക്കുന്നതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. വെള്ളം ഒരുപാട് കൂടി പോകരുതേ. നമ്മളിതുപോലെ നോക്കി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാനേ. ഒരുപാട് ക്യാബേജ് നമ്മളങ്ങ് തിരുമ്മി എടുക്കരുത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ എണ്ണ കുടിക്കുവേ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ക്യാബേജ് പൊടിയിലെല്ലാം ചേർത്തൊന്ന് കുഴച്ചെടുക്കാനേ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കറിവേപ്പില ഞാനൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടുവേ. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാകാൻ വെക്കാം. ചൂടായതിന് ശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണവേ. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളേ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവേ, ഉള്ളു വേവത്തുമില്ലേ. സാധാരണ കുട്ടികൾക്ക് ക്യാബേജ് തോരനോ അതുപോലെ കറിയൊക്കെ വെച്ച് കൊടുത്താൽ അത്രയും താല്പര്യം ഉണ്ടാകത്തില്ലേ. എന്നാൽ ഈ രീതിയിൽ ഒരു 65 മോഡൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഇത് ക്യാബേജ് ആണെന്ന് പോലും അവർ തിരിച്ചറിയത്തില്ലേ. അത്രയും ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യുവേ. അതും വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേശ്ശെയായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് 2 സൈഡ് ഇതുപോലെ രീതിയിൽ മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡ് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാവേ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ പിന്നെ എപ്പോഴും നമ്മൾ ക്യാബേജ് കിട്ടിയാൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാതിരിക്കത്തില്ലേ. അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാവേ. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കേണ്ടത്. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. ക്യാബേജ് കിട്ടുമ്പോൾ ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പിയായ ടേസ്റ്റിയായ ക്യാബേജ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ ഇതിലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു പലഹാരമില്ലേ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവേ. റെസിപ്പി ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.